കാളികൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു പുതിയ യുഗത്തിൽ, പുതിയ കാലഘട്ടത്തിൽ, ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ പുതിയ ജനറേഷനിൽ കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ദേവതയായിട്ട് ആരോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക്, നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ആരോ ഒരു വികൃതമായ വിഷം കുത്തിവെച്ചു. അത് എപ്പോൾ, ആര് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 50 വർഷം മുൻപുള്ള നമ്മളുടെ പൂർവികന്മാരുടെ വീടുകളിലേക്ക്, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പഴയ വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന തറവാട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, അവിടെ മച്ചിൻ്റെ മുകളിൽ ഇവളുണ്ടായിരുന്നു, ഭുവനേശ്വരിയായിട്ട്, മച്ചിലെ മുത്തിയായിട്ട്. അന്ന് അതിനെ സ്നേഹത്തോടും വാത്സല്യത്തോടും ബഹുമാനത്തോടും കൂടി അവളെ നോക്കിയിരുന്നത് കാരണം കൊണ്ട് തന്നെ അന്നത്തെ പ്രതാപകാലം നഷ്ടപ്പെട്ട് ഇന്നൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ പുതിയ ജനറേഷൻ എന്ന് പറയാവുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ശരിയാണോ അല്ലയോ? നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ തറവാട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്ന ഒരു കാലമെങ്കിലും, ഒരു നൊസ്റ്റാൾജിക് ഡേ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അന്ന് അവിടെ ആരെ വിചാരിച്ചാണോ വിളക്ക് വെച്ചിരുന്നത്, അവളുടെ പേർ അന്ന് അച്ഛനും അമ്മച്ചിയും പറഞ്ഞു തന്നിരുന്നത്, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിരുന്നത് അത് മച്ചിലെ മുത്തി എന്നുള്ളതാണ്. അവളെ ഭുവനേശ്വരിയായിട്ടും കാളിയായിട്ടും നമ്മൾ ആരാധിച്ചിരുന്നു. അതിൻ്റെ സുഖവും സന്തോഷവും സമൃദ്ധിയും ധൈര്യവും അതേ എല്ലാത്തിനും ഉപരി ശക്തിയും നമുക്ക് ലഭിച്ചിരുന്നു. ഇന്ന് ഇല്ലാതായി പോകുന്നതും ശക്തി മാത്രമാണ്. നമ്മൾ പല പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴും പല ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുമ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് മക്കൾ ഉണ്ടാകുന്നില്ല, ചികിത്സയിലാണ്, എൻ്റെ മകന് മക്കളുണ്ടാകുന്നില്ല, എൻ്റെ മകൾക്ക് മക്കളുണ്ടാകുന്നില്ല, ഞങ്ങൾ ചികിത്സയിലാണ്, ഒരുപാട് ലക്ഷങ്ങൾ കളഞ്ഞു, കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. എന്താണ് പരിഹാരം? പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണോ തള്ളിക്കളഞ്ഞത് അതൊന്നു മാത്രമാണ് ശക്തി. ആ ശക്തിയെ നിങ്ങൾ തിരികെ കൊണ്ടുവരിക. ആ ശക്തിയെ തിരികെ കൊണ്ടുവന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ജനറേഷനേ ഉണ്ടാകില്ല. നിങ്ങളെ എല്ലാവരും അടിച്ചമർത്തും, നിങ്ങൾക്ക് ശത്രുക്കളേറും, നിങ്ങൾക്ക് വരുമാനം കുറയുന്നു, നിങ്ങൾക്ക് ആധിപത്യം കുറയുന്നു. ഇതിനെല്ലാത്തിനും പിന്നിൽ വേണ്ട ഒരേ ഒരു കാര്യമാണ്, ഒന്ന് മാത്രമാണ് വേണ്ടത്, അത് ശക്തിയാണ്. ആ ശക്തിയെയാണ് പൂജിക്കേണ്ടത്. ശക്തിയില്ലാത്തവരെ അല്ല പൂജിക്കേണ്ടത്, ശക്തിയുള്ളവരെയാണ്, ഏറ്റവും വലിയ ശക്തിയെയാണ് പൂജിക്കേണ്ടത്. അതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, നമ്മളുടെ പൂർവികന്മാർ ചെയ്തിരുന്നത്. പരിഷ്കാരത്തിൻ്റെ പേരിൽ ആരുടെയോ ചില അടിമത്ത സ്വഭാവങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾക്ക് ഭൗതികമായ വ്യത്യാസം സംഭവിച്ചു. നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ, ബുദ്ധിമണ്ഡലത്തിൽ നമ്മൾക്ക് എപ്പോഴോ ഒരു പോറൽ വന്നു. ആ പോറലിനെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ജനറേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങി. ആലോചിച്ചു നോക്കൂ ഹിന്ദുവേ, നീ ആലോചിച്ചു നോക്കൂ. നിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ജനറേഷനിൽ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അതിനു മുൻപുള്ള ജനറേഷനിൽ തുടങ്ങിയാണ്, ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തുടങ്ങിയതാണ്. അവിടെ നിന്നും നിനക്ക് കീഴോട്ട് മാത്രമേ പോക്കുള്ളൂ, മുകളിലേക്ക് ഒരിക്കലും പോക്കില്ല. നിനക്ക് ആചാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അനുഷ്ഠാനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഓരോന്ന് പറയുമ്പോഴും അതിനെ പരിഷ്കാരം വെച്ച് നീ അതിനെ വെട്ടിമാറ്റി. അവിടെയെല്ലാം ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നീ മറന്നിട്ടാണ് പറഞ്ഞത്, നിന്റെ DNA നിർമ്മിച്ചിരിക്കുന്നത് ഈ അനുഷ്ഠാനത്തിലും ഈ ആചരണത്തിലും പെട്ട രക്തത്തിലാണ്. ആ ബീജം കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് നിന്റെ DNA. ആ DNAയിൽ പുതുമയുടെ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ് നിനക്ക് ആവശ്യമില്ലാത്ത പലതിനെയും കുത്തിക്കയറ്റി, പലതിനെയും തള്ളിപ്പറഞ്ഞ്, പല ജീവിത രീതികളുമായി നടക്കുമ്പോൾ നിനക്ക് മക്കളുണ്ടാവില്ല, നിനക്ക് അധികാരമുണ്ടാവില്ല, നിനക്ക് സമ്പത്ത് ഉണ്ടാവില്ല, നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നിനക്കാകെ ഒരു വല്ലാത്ത അവസ്ഥ മാത്രമേ ഉണ്ടാവൂ. ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യത എന്ന് പറയുന്ന അവസ്ഥ. മുന്നോട്ടെങ്ങനെ നീങ്ങും? ശത്രുക്കളാണ് ചുറ്റും, സാമ്പത്തികമില്ല, ജോലിയില്ല, സന്തോഷത്തിൻ്റെ കണിക പോലും നമ്മളിൽ എത്തുന്നില്ല. നീ നേരെ പോകുന്നത് നിന്റെ തലച്ചോറിനെ അടിച്ചമർത്തുക എന്നുള്ള സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഇതിനകത്തുനിന്നൊരു വിടുതൽ വേണം. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കൂ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങൾക്ക് പുതിയ ജനറേഷൻ ഉണ്ടാകുന്നില്ല, മക്കളുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാണ്ടാണോ?
ആ ഡോക്ടർക്ക് ചികിത്സ അറിയാതെയാണോ? നൂതന വിദ്യകൾ ഉപയോഗിക്കാതെയാണോ? അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണ്? ഗർഭപാത്രം വാടകയ്ക്കെടുക്കാം, അല്ല എങ്കിൽ ദത്തെടുക്കാം. ഉള്ളു പൊട്ടിപ്പോകുന്ന ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ തൻ്റെ ജീവിതത്തെ പറിച്ചു നട്ടുകൊണ്ട് ഓടിപ്പോകുമ്പോഴും നീ നിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് അന്വേഷിക്കുന്നില്ല. അത് നീ അന്വേഷിക്ക്. നിനക്കിവിടെ തന്നെ നിൽക്കാം. കാരണം നീ ഇവിടെയാണ് നിൽക്കേണ്ടത്. നിന്റെ അസ്തിത്വമുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ദൂരം നീ പറിച്ചു നട്ടാലും ഇവിടെ മാത്രമാണ് അസ്തിത്വം. നീ ഒന്ന് ചികഞ്ഞാലോചിച്ചു. ഏറ്റവും സാമ്പത്തികം കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 10 ആളുകളെ എടുക്കുക. അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം തന്നെയായിരിക്കും അവർ അനുവർത്തിച്ചു കൊണ്ടുപോരുന്നത്. എന്താണ്? ശക്തിയെ കൂടെ പിടിച്ചു, ശക്തിയെ മുന്നിൽ നിർത്തി അവൻ നടന്നു. ശക്തി കാണിച്ചു കൊടുത്തു വഴി. ആ വഴിയിലൂടെ അവൻ നടന്നു. ആ ശക്തി കൂടെയുള്ള കാരണം അവൻ ശക്തിമാനായി. അവൻ ശക്തിയുള്ളവനായപ്പോൾ അവന് ഭരണം കിട്ടി. അവൻ ശക്തിയുള്ളവനായപ്പോൾ അവൻ പറയുന്നത് കേൾക്കുവാൻ താഴെ നിൽക്കാൻ ആളുകളെത്തി. അവൻ ഭരിച്ചു. അവൻ ഭരണകർത്താവായി. അവന് ശക്തി വന്നു. അവൻ്റെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലായി. കെട്ടുകഥകളും അല്ല എന്നും പുതിയ സയൻസിൻ്റെ, അങ്ങനെ നമ്മൾ പറയൂ. കാരണം ശാസ്ത്രം എന്ന വാക്ക്, സയൻസ് എന്ന വാക്ക് പഴയതാണ്. ശാസ്ത്രം ഇത് പുതിയ ശാസ്ത്രമാണ്. കാരണം എങ്ങും എത്താതെ നിൽക്കുന്ന ശൈശവാവസ്ഥയിലുള്ള ശാസ്ത്രം. ആ ശാസ്ത്രം പറയുന്നത് ശരി എന്ന് പറയേണ്ടി വരുമെന്നുള്ളതല്ല, ശരിയാണ്. എന്തുകൊണ്ട്? വസ്തുനിഷ്ഠമായിട്ട് നേരിൽ കാണാവുന്നതും അനുഭവിക്കാവുന്നതുമായ കാര്യങ്ങൾ നമ്മൾക്ക് നേരെ കാണിച്ചു തരുമ്പോൾ നമ്മളതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എന്താണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. ഒന്നുമില്ല. നീയൊന്ന് ആലോചിക്കൂ. ഇവിടെ ഒന്നും പുതിയതായിട്ട് വരുന്നില്ല. പലതും ഉണ്ടായിരുന്നു. ഭാവഭേദങ്ങൾ, രൂപഭേദങ്ങൾ, കാലഭേദങ്ങൾ, സ്ഥലഭേദങ്ങൾ, ഇവ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. കാലത്തിൻ്റെ ഒഴുക്കിൽ ഇപ്പോഴുള്ള BMW എക്സീരിയസ് ആണ് എങ്കിൽ അതിൻ്റെ മുകളിലുള്ള വേർഷൻ വരും കാലങ്ങൾക്ക് ശേഷം. അതിനെ പുതിയ കണ്ടുപിടുത്തം എന്നാണോ പറയേണ്ടത്? ഇതിനെ പരിഷ്കരിച്ച് രൂപം മാറ്റിയെടുത്തു. എന്തുകൊണ്ട്? കാലഭേദങ്ങൾ കൊണ്ട്. അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഏതും എന്തും എന്നും. നമ്മൾ വൃഥാവിൽ അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം അതിൻ്റെ യഥാർത്ഥ മൂല്യം കണക്ക് കൂട്ടൂ, യഥാർത്ഥ രൂപം കണക്ക് കൂട്ടൂ, യഥാർത്ഥമായി തിരിച്ചു വരൂ. ഇനിയും നിങ്ങളുടെ വീട്ടിൽ ആരുടെ വീട്ടിലെങ്കിലും ദേവിയിരുന്ന്, ശക്തിയിരുന്ന്, ഭദ്രകാളിയിരുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു ആചാര്യനോ ഒരു സ്വാമിയോ ഒരു തന്ത്രിയോ ഒരു പൂജകനോ ആര് തന്നെയായാലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിനെ സധൈര്യം എതിർത്ത് പറയുക. എന്നിട്ട് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക. ആയിരിക്കുന്ന ആ ദേവിയുടെ ഫോട്ടോയുടെ കൂടെ തന്നെ ഒരു ഉണ്ണിക്കണ്ണനെ കൊണ്ടുവയ്ക്കുക. അതൊരു വിഷയമായി നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്നുണ്ട് എങ്കിൽ മാത്രം ഉണ്ണിക്കണ്ണനെ കൂടെ വയ്ക്കുക. അതോടുകൂടി നിങ്ങളുടെ കുടുംബത്ത് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലാക്കാം, അനുഭവിച്ചറിയാം. എല്ലാ ദിവസവും നിങ്ങളുടെ ജോലിയും കളഞ്ഞു വന്ന് കൃത്യം 5 മണിയാകുമ്പോൾ വന്നു, 6 മണിക്ക് കുളി കഴിഞ്ഞു, എല്ലാം ചെയ്യണം, ലളിതാ സഹസ്രനാമം പാടണം, അവിടെ കോഴീനെ ബലി കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന് തുടങ്ങി പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരസ്കരിച്ചു വയ്ക്കൂ. അതല്ല നിങ്ങളിൽ നിന്ന് വേണ്ടത്. അമ്മയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പെറ്റമ്മ നിങ്ങളെ സംരക്ഷിച്ചതും കൂടെ നിർത്തിയതും പാലൂട്ടിയതും ഊട്ടി വളർത്തിയതും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അതിനെ ശാസിച്ചും നിങ്ങളെ നല്ല വഴിക്ക് നടത്തി കൊണ്ടുവന്നതും എന്ത് പ്രതിഫലം ചോദിച്ചിട്ടാണ്? എന്ത് വാങ്ങിയിട്ടാണ്? എന്ത് എഗ്രിമെൻ്റ് വെച്ചിട്ടാണ്? ഒന്നിനും വേണ്ടിയല്ലോ. അത് തന്നെയാണ് ഈ അമ്മയും നിങ്ങളിൽ നിന്ന് യാതൊന്നും തിരികെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല. പക്ഷേ ഒന്ന് വേണം. എന്ത്? അമ്മ നമ്മളുടെ കൂടെ വേണം. നമ്മൾ അമ്മയുടെ കൂടെയല്ല, അമ്മ നമ്മളുടെ കൂടെ വേണം. ശക്തി നമ്മളുടെ കൂടെ വേണം. ശക്തിയുടെ കൂടെ നമ്മൾ നിൽക്കുകയല്ല, ശക്തി നമ്മളുടെ കൂടെ വേണം. എങ്കിലേ നമ്മൾ ശക്തിയുള്ളവരാകും. അല്ല എങ്കിൽ ശക്തിയുടെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ ആ ശക്തി വീണ്ടും ശക്തിയാവുന്നുള്ളൂ.
ശക്തി നമ്മളുടെ കൂടെയാണെങ്കിൽ നമ്മൾ ശക്തിയുള്ളവരാകും. അതല്ലേ സത്യം. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.